നമ്മളിന്ന് പോകാൻ പോണതേ ആലുവയിലുള്ള ഒരു പാർക്കിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഈ പാർക്ക് അപ്പോൾ ഇപ്പോൾ ഇത് നല്ല പണിത് കുറച്ചും കൂടി അടിപൊളിയാക്കിയൊരു പാർക്കാണ്. അപ്പോൾ ആ പാർക്കിൽ നമുക്കൊന്ന് ഇന്ന് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പാർക്ക് വരുന്നത് ആലുവ ബാങ്ക് ജംഗ്ഷൻ്റെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ്. ഇപ്പോൾ എല്ലാവർക്കും വരാനൊക്കെ ആയിട്ട് എളുപ്പമാണ്. കാരണം ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിൽ തന്നെയാണ് ഈ പാർക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് പാർക്ക്, ജവഹർലാൽ നെഹ്റു മുനിസിപ്പൽ പാർക്ക് ആലുവ. അപ്പോൾ പാർക്കിലേക്കുള്ള എൻട്രൻസിൻ്റെ കവാടമാണിത്. ഇവിടെ ഫ്രീ ആണ് കേട്ടോ, ടിക്കറ്റ് ഒന്നും ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഫ്രീ ആണ്. ഇവിടെ 3 മണി മുതൽ വൈകിട്ട് 3 മണി മുതൽ രാത്രി 8:30 വരെയാണ് ഇവിടെ പ്രദർശനം എൻട്രി ഉള്ളത്. എൻട്രിക്ക് ഫീസൊന്നുമില്ല, ഫ്രീ ആണ്, ആർക്ക് വേണമെങ്കിലും വരാം. കണ്ടോ, ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ, അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ അകത്തേക്ക് കയറുന്ന എൻട്രൻസ് തന്നെ നല്ല പച്ച ടൈലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ റൈറ്റ് സൈഡിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നതും, ഉള്ളിൽ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള സ്ഥലം, ഒരു വെൽക്കത്തിൻ്റെ ഒരു പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം ഉണ്ട് കേട്ടോ, നല്ലൊരു സൈലൻ്റ് അന്തരീക്ഷം ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനും നടന്ന് കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അധികവും ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് കൂടുതലും ഇവിടെ വരുന്നിരിക്കുന്നത് എന്നും. ഇവിടുത്തെ ആലുവ നഗരസഭയുടെ ചെറിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് പോകുമ്പോൾ കണ്ടോ, നല്ല പുല്ല് മൈതാനം പോലത്തെയാണ് ഇവിടുത്തെ ചുറ്റിനും. പിന്നെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ, ആലുവ മണപ്പുറം കാണാൻ പറ്റും. ഇവിടുന്ന് ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിൻ്റെ ബാക്കിൽ ആലുവ മണപ്പുറം, ഈ കാണുന്നതാണ് ആലുവ മണപ്പുറം, ആലുവ പുഴ, ഫ്ലാറ്റുകൾ, അതൊക്കെ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാവർക്കും വന്ന് ഇരിക്കാനും അത്യാവശ്യം കാഴ്ചകൾ കാണാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. അതാണ് ആലുവ പുഴ, ആലുവ പുഴയുടെ പാലം, അമ്പലം ഒക്കെ കണ്ടോ, ഈ കാണുന്നതാണ് അമ്പലം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാർക്കിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് പാർക്കിൽ വരുന്നവർക്ക് വേണമെങ്കിൽ അമ്പലത്തിലേക്ക് അങ്ങ് പോകാനുള്ള പാലമുണ്ട്. കണ്ടോ, ഇവിടെ ആൾക്കാരൊക്കെ നടക്കാനും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെയറും കാര്യങ്ങളും ചെടികളും, അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്, ഐസ്ക്രീം ഉണ്ട്. ഫ്രണ്ടിൽ കാണുന്നത് കടയാണ്, ചുറ്റും നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പൂക്കളുണ്ട്. ഇതൊക്കെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് ഒന്നും ഇടാതെ നന്നായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും. പിന്നെ അതേ കണ്ടോ, നമുക്ക് അത്യാവശ്യം ജ്യൂസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് സ്നാക്സൊക്കെ മേടിച്ച് കഴിക്കാം. വൈകുന്നേരം വന്ന് ഇരിക്കാനും പറ്റിയത് ഇഷ്ടംപോലെ ആൾക്കാരും കുട്ടികളും എല്ലാം വന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ശരിക്കും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള സ്ഥലം. കണ്ടോ, വാട്ടർഫോൾസ്, വെള്ളമൊക്കെ വീഴുന്ന സ്ഥലം, കുട്ടികളൊക്കെ ഭയങ്കര അതിശയമായിട്ട് നോക്കുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇത് ഓരോ മണിക്കൂർ ഇടവിട്ട് അവർ ഇങ്ങനെ തുറന്നു വിടുന്നുണ്ട്. കുറച്ച് നേരം മുമ്പാണ് അത് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 5 മണി കഴിഞ്ഞു, സന്ധ്യ ആവാറായി. നല്ല വെൽക്കത്തിൻ്റെ ഒരു അടിപൊളി ചെടികൾ വെച്ച് പിടിപ്പിക്കണ ഒരു ഇത് ഇവിടെ കണ്ടിട്ടോ, നല്ല രസം തോന്നി. അത് കുട്ടികളൊക്കെ ഭയങ്കര അതിശയമായിട്ട് നോക്കുന്നത് ആ വെള്ളത്തിൻ്റെതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഫാമിലി ആയിട്ടും ഒക്കെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, കുട്ടികളായിട്ടും. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ടും. പിന്നെ ഇവിടെ ജോഗിങ്ങിന് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ജോഗിങ്ങിന് പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് നടന്ന് എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങൾ കുറച്ച് ഇവിടെയുണ്ട്. നമുക്ക് നടക്കാൻ പറ്റിയൊരു ഏരിയ തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല സ്ഥലമാണ്. ഇത് മണപ്പുറത്തേക്ക് പുഴയിലേക്ക് ഇറങ്ങുന്ന കവാടമാണ്. അവിടെ കുറേ പേര് നടക്കുന്നുണ്ട്. ഞാൻ ആ പുഴയിലേക്ക് ഇറങ്ങി നോക്കി അതിൻ്റെ ചുറ്റും കാണാനൊക്കെ ആയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, നല്ല പുഴയിൽ കുളിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അവിടെ തന്നെ. ഇതിൻ്റെ അപ്പുറ സൈഡാണ്, അമ്പലത്തിൻ്റെ സൈഡാണ് കൂടുതലും ആൾക്കാർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അത്രയും നല്ല അടിപൊളി സ്ഥലം, നല്ല ഒരു പാർക്കാണ്. ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാനും ഒക്കെ പറ്റിയൊരു നല്ലൊരു ആലുവ പാർക്ക്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇത്രയും പണിയൊക്കെ തീർത്ത് നല്ല അടിപൊളി പാർക്കായത്. ഇപ്പോൾ കുറച്ച് അടുത്തായിട്ടാണ്, കുറച്ച് 2-3 വർഷങ്ങളായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. അപ്പോൾ വന്ന് വീഡിയോ എടുത്തു. കണ്ടോ, നല്ല കുട്ടികൾക്കൊക്കെ എപ്പോഴും വരാനും പോകാനും. നമുക്കാണെങ്കിലും വണ്ടിയിലെങ്കിലും ബസ്സിന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിന് തിരിച്ചു പോകാനും തൊട്ടടുത്താണ് ബസ് സ്റ്റോപ്പ്. കുട്ടികൾക്ക് ഈ വെക്കേഷൻ ടൈമിൽ വന്ന് കളിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു ചെറിയൊരു പാർക്കാണ്. ഫീസും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കണ്ടോ, ഇവിടെ ഒക്കെ എക്സസൈസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്നത് രാത്രി നൈറ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് എങ്ങനെയാണ്, ആളുകളുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. അതിനുവേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ, വലിയവരും ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ പാർക്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ കയറരുതെന്നും പറഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ചില സ്ഥലത്തൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഊഞ്ഞാലിൽ വലിയ ആൾക്കാർക്ക് ഇരുന്ന് ആടാൻ പറ്റുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. ഇപ്പോൾ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ നൈറ്റ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായി. ഇരുട്ടൊന്നുമില്ല, ഫുൾ എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും. അതും പല കളറിലുള്ള ലൈറ്റുകളായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. ആ വെള്ളം വീഴുന്നതൊക്കെ കാണാൻ പല ഭംഗിയുണ്ട്. അങ്ങനോ ആൾക്കാർ ഇപ്പോഴും പോകുന്നില്ല കേട്ടോ. നൈറ്റ് ആയാലും ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല എന്തായാലും എല്ലാവർക്കും വന്ന് കാണാത്തവർക്ക് വീണ്ടും വന്ന് കാണണം. കാരണം ഇപ്പോൾ വെക്കേഷൻ അല്ലേ, കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കാണിക്കണം. നല്ല ആലുവയിൽ ബാങ്ക് ജംഗ്ഷനിലാണ് ഈ പാർക്കുള്ളത്. കണ്ടോ, ചെടികളിൽ പല രൂപങ്ങൾ വെച്ച് ഉണ്ടാക്കിയേക്കുന്നു. കുട്ടികൾ ഇപ്പോഴും കണ്ടോ, രാത്രിയാണെങ്കിലും ഇപ്പോഴും ഇതിനകത്തിരുന്ന് കളിക്കുന്നു. എന്തുകൊണ്ടും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരിക, പാർക്കിൽ എൻജോയ് ചെയ്യാം. കുട്ടികൾക്കായാലും ഫാമിലി ആയിട്ടും കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുക്കാനും റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പാർക്കാണ് ആലുവ മുനിസിപ്പൽ പാർക്ക്.